ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് ക്രിയാറ്റിനാണ്. ആദ്യം തന്നെ നമ്മൾ റിയാജൻ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ അഗാപ്പയുടെ കിറ്റാണ് ഇവിടെ യൂസ് ആക്കുന്നത്. R1 R2 എന്ന് പറഞ്ഞ 2 റിയാജൻ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ R1 ആണ് പിപ്പറ്റ് ചെയ്യുന്നത്. 250 കേട്ടോ എടുക്കുന്നത്, 250. അപ്പോൾ 250 പിപ്പറ്റ് ചെയ്തു. നമുക്കിത് 500 വെച്ചിട്ടും 500 വെച്ചിട്ടും ചെയ്യാം. നമ്മളിവിടെ 250 എടുക്കുന്നുള്ളൂ. ആദ്യം തന്നെ R1 എടുത്തു. അതേ വോളിയം 250 തന്നെയാണ് നമ്മൾ R2 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ R1 R2 പിപ്പറ്റ് ചെയ്ത് മാറ്റി വെച്ചു. സാമ്പിൾ ഒരിക്കലും ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല, അത് കൈനറ്റിക് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യാനുള്ള പേജ് എടുക്കുക. അപ്പോൾ പേജ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേജിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ക്രിയാറ്റിനിൻ എടുത്തു. പിന്നെ ഇതിൽ ഫസ്റ്റ് തന്നെ ഇതിന് വരുന്ന വാട്ടർ കൊടുക്കണം. നമ്മൾ വാട്ടർ ആസ്പിറേറ്റ് ചെയ്യണം. അടുത്തത് നോക്കാം എന്താണ് ചെയ്യുന്നതെന്ന്. നോട്ടിഫിക്കേഷൻ വരും. ഇതിൽ ഓരോന്നോന്നായിട്ട് ടെമ്പറേച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ നോ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് കാലിബ്രേറ്റ് ആണ്. കാലിബ്രേഷൻ കൊടുക്കുന്നില്ല, അപ്പോൾ നോ എന്ന് കൊടുക്കുക. ഇനി ആസ്പിറേറ്റ് സാമ്പിൾ എന്നുള്ളിടത്ത് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പൊസിഷൻ എത്തിയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ സാമ്പിൾ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം 50 ആണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് ഇതേപോലെ മെഷീനിൽ തൊട്ടടുത്ത് തന്നെ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ വോളിയം റിസൾട്ടിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പിപ്പറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ കൊടുക്കണം. റീഡ് ചെയ്യുന്ന പോർഷൻ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കണം. കൈനറ്റിക് ആണ് ടെസ്റ്റ്. സെക്കൻഡ്സ് പോലും വേസ്റ്റ് ആക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മളെ റിസൾട്ടിൻ്റെ ആക്യുറസിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ ഇത് റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ.